ഇവിടെ m മാസ്സുള്ള ഒരു ബ്ലോക്ക് ഒരു ഉന്തുവണ്ടിയുമായി ഇങ്ങനെ കോണ്ടാക്റ്റിലാണ് ഉള്ളത്. ഈ വണ്ടിക്കും ബ്ലോക്കിനും ഇടയിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് mu ആണ്. വണ്ടിയുടെ ആക്സിലറേഷൻ ആൽഫയ്ക്ക് ഈക്വൽ ആണ്. ഈ ബ്ലോക്ക് താഴേക്ക് വീഴാതെ തടയുന്ന വണ്ടിയുടെ ഏറ്റവും കുറഞ്ഞ ആക്സിലറേഷൻ എത്രയായിരിക്കണം എന്ന് കണ്ടെത്താനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ബ്ലോക്കിനെ ഒരു സർഫസിൽ വെക്കുമ്പോൾ അവിടെ ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും. ഈ നോർമൽ ഫോഴ്സ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പ്രയോഗിക്കപ്പെടുന്നത്. ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് വിളിക്കുന്നത്. ഒബ്സർവർ ഈ വണ്ടിക്കുള്ളിൽ ഇരുന്നാണ് ഈ ബ്ലോക്കിനെ നിരീക്ഷിക്കുന്നതെങ്കിൽ വണ്ടി ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന കാരണത്താൽ അയാൾ ഇരിക്കുന്നത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് എന്ന് നമുക്ക് പറയാം. അയാളും വണ്ടിക്കൊപ്പം ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന കാരണത്താൽ അയാൾക്ക് ഈ ബ്ലോക്ക് റെസ്റ്റിലിരിക്കുന്നതായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് സർഫസ് നൽകുന്ന നോർമൽ ഫോഴ്സ് ഈ ബ്ലോക്കിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ ഫോഴ്സ് മാത്രമാണ് ബ്ലോക്കിൽ പ്രയോഗിക്കപ്പെടുന്നതെങ്കിൽ ഈ ബ്ലോക്ക് എന്തുകൊണ്ട് ഇവിടെ റെസ്റ്റിൽ തുടരുന്നു എന്നതിനുള്ള എക്സ്പ്ലനേഷൻ തരാൻ ഇയാൾക്ക് സാധിക്കില്ല. എന്നാൽ നോർമൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി ഒരു സ്യൂഡോ ഫോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവുന്ന കാരണത്താലാണ് ഈ ബ്ലോക്ക് റെസ്റ്റിൽ തുടരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഒബ്സർവർ ഇരിക്കുന്നത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യഥാർത്ഥമല്ലാത്ത ഒരു ഫോഴ്സാണ് സ്യൂഡോ ഫോഴ്സ്. സ്യൂഡോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ബ്ലോക്ക് മൾട്ടിപ്ലൈഡ് ബൈ ദി ആക്സിലറേഷൻ ഓഫ് ദി നോൺ ഇനേർഷ്യൽ ഫ്രെയിമിന് ഈക്വൽ ആയിരിക്കും. ഫ്രെയിമിന്റെ ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിട്ടായിരിക്കും ഈ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നത്. ഈ ബ്ലോക്കിൽ താഴേക്കായി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അത് ബ്ലോക്കിന്റെ വെയിറ്റിന് ഈക്വൽ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എതിർദിശയിൽ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കാരണത്താലാണ് ഈ ബ്ലോക്ക് താഴേക്ക് വീഴാത്തത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ടൈംസ് നോർമൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ബ്ലോക്ക് റെസ്റ്റിലായതിനാൽ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആണ് എന്നെഴുതാം. ഇവിടെ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സ്യൂഡോ ഫോഴ്സിന് ഈക്വൽ ആയതിനാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബ്ലോക്ക് താഴേക്ക് വീഴാതിരിക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ബ്ലോക്കിനെ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആയിരിക്കണം. അതിനാൽ നമുക്ക് ഈ ഇക്വേഷനെ ഈ രീതിയിൽ എഴുതാം. ഇവിടുന്ന് നമുക്ക് ബ്ലോക്ക് താഴെ വീഴാതിരിക്കാൻ വണ്ടിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലോ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതലോ ആയിരിക്കണം എന്ന് കിട്ടുന്നു.